സാന്ത്വനം രണ്ടാം പാർട്ടിന് വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അലോകിനെതിരെയുള്ള അനുവിൻ്റെ കേസ് പിൻവലിക്കുകയാണ്. പക്ഷേ ആര്യനും ആനന്ദും ഒക്കെ ആണെങ്കിൽ അനുവിനോട് ചൂടാവുന്നുണ്ട്. നീ എന്തുദ്ദേശിച്ചാണ് കേസ് പിൻവലിച്ചത്? അവൻ നന്നാവുമെന്ന് വിചാരിച്ചാണോ? അതൊരിക്കലും ഉണ്ടാവത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ്റെ തനി സ്വഭാവം പുറത്തുവരും. നിന്നെ എങ്ങനെ നശിപ്പിക്കാം അത് മാത്രമല്ല അവൻ്റെ ചിന്ത. ഇനി കാണാം നീ എന്തൊക്കെ നടക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും അനു ഒന്നും മിണ്ടാതിരുന്ന കരയാണ്. അപ്പം ഗോമതി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്? എൻ്റെ അവസ്ഥ കണ്ടാണ് അവൾക്കിങ്ങനെ തോന്നിയത്. ഞാൻ ഒരു സൈഡിൽ എൻ്റെ മോള്, മറ്റേ സൈഡിൽ എൻ്റെ ആങ്ങളയുടെ സഹോദരൻ്റെ മോൻ, ഇത് രണ്ടും കൂടെ ആയപ്പോൾ ഞാൻ ആകപ്പാടെ പതറിപ്പോയി. എൻ്റെ അവസ്ഥ, അമ്മാമ്മയുടെ അവസ്ഥ അതൊക്കെ കണ്ട് അവക്കളെടുത്ത തീരുമാനമാണ്. നിങ്ങൾ അതുകൊണ്ട് ആരും അനുവിനെ കുറ്റം പറയേണ്ടെന്നും പറഞ്ഞ് ഗോമതി എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട്. അവസാനം ബാലൻ പറയുന്നുണ്ട്, ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച ഇവിടെ വേണ്ട. എന്തായാലും കേസ് അവൾ പിൻവലിച്ചു. അവളുടെ മനസാക്ഷി എന്താ പറഞ്ഞതോ അതുപോലെ അവൾ ചെയ്തു. ഇനി ഇവിടെ കടന്ന് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ബാലൻ എല്ലാവരെയും ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും ഇവിടെ സംസാരിക്കേണ്ടെന്ന് ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം ഇനി അവിടെ സംസാരിക്കേണ്ടെന്ന് ബാലൻ അവസാന വാക്ക് പറഞ്ഞതുകൊണ്ട് പിന്നെ ആരും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ ആനന്ദിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു തീക്കനൽ കിടപ്പുണ്ട്. കാരണം ഉദയഭാനു എന്ന കള്ളനെ പിടിച്ചിട്ടും ആരുടെ മുന്നിൽ അത് തുറന്നു കാട്ടാൻ ഇതുവരെ ആനന്ദിന് പറ്റുന്നില്ല. കാരണം അപ്പോഴേക്കും അനുവിൻ്റെ കേസ് വന്ന് പിന്നെ എല്ലാവരും അതിൻ്റെ ടെൻഷനിലൊക്കെ ആയതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആനന്ദിന് പറയാൻ ഒരു വിഷമമായിരുന്നു. അപ്പം ആനന്ദ് മുറിയിൽ നിന്നിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ഇത് ആരോടും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ആ കള്ളൻ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നല്ലവനായിട്ട് നടക്കണ്ട. മാത്രവുമല്ല അയാൾ ഇനിയും കടയിൽ വന്ന് കക്കും. ഇതൊന്നും അറിയാതെ നമ്മുടെ മാമനെയാണ് എല്ലാവരും കൂടെ കള്ളനാക്കി മാമൻ ഈ വീട്ടിൽ നിന്ന് പോയി എന്തൊക്കെ പ്രശ്നമുണ്ടാക്കി. ഇനി ഈ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദേവിയെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇനി അവൾ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ അങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കണം. ആ സമയത്താണ് ദേവി മുറിയിലോട്ട് വരുന്നുണ്ട്. എന്താ ആനന്ദേട്ടാ ഇപ്പം ആലോചിക്കുന്നത്? അനുവിൻ്റെ കേസെല്ലാം നമ്മൾ തീർത്തല്ലോ. ഇപ്പം കേസൊന്നും ഇല്ല, എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുകയാണല്ലോ. പിന്നെ ആനന്ദേട്ടൻ മാത്രം എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവിയെടുത്ത് ആനന്ദ് പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, എനിക്കല്ലേ ഏറ്റവും കൂടുതൽ ആലോചിക്കാനുള്ളത്. പല രഹസ്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ഞാനല്ലേ, അത് എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറഞ്ഞാലല്ലേ എനിക്കൊരു സമാധാനം കിട്ടൂ എന്ന് പറയുകയാണ്. എന്താ ആനന്ദേട്ടൻ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ദേവി ചോദിക്കുന്നുണ്ട്. അല്ല, നിൻ്റെ കാര്യം തന്നെ ഇവിടെ പലർക്കും അറിയത്തില്ല. എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരറിയത്തില്ലല്ലോ ഒരു പെരുങ്കള്ളിയാണ് എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ദേവി ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആനന്ദൻ അങ്ങ് ഇറങ്ങിപ്പോവാണ്. ദേവിക്ക് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഹാളിൽ ചെന്നപ്പം ബാലനും ഗോമതിയും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം അവിടെ ആകാശും അരിയനും മീനുവും മിത്രയും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും ആഹാരം കഴിക്കാൻ വരികയാണ്. അപ്പം ബാലൻ വിളിക്കുന്നുണ്ട്, ആനന്ദേ വാ ആഹാരം കഴിക്കാൻ വാ എന്ന് പറയുന്നുണ്ട്. അപ്പം ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ആഹാരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെയെന്ന് ഗോമതി ചോദിക്കുകയാണ്. പറ്റത്തില്ലമ്മ, ഇപ്പം തന്നെ പറയണം എന്ന് പറയുകയാണ്. എന്താ നീ പറ എന്ന് ബാലൻ പറയുന്നുണ്ട്. അത് നമ്മുടെ കടയിൽ ഗോമതി സ്റ്റോഴ്സിൽ കള്ളം നടന്നല്ലോ, അതിൻ്റെ പേരും പറഞ്ഞില്ലേ മാമൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പം മാമൻ്റെ ശത്രുവാണ് നമ്മൾ. അപ്പം ആ കള്ളൻ ആരാന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ എന്ന് ആനന്ദ് ചോദിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ? നമ്മൾ പരമാവധി നോക്കി, പക്ഷേ ആളാരാന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആര്യം പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നു, ആനന്ദ് പറയുന്നത് ശരിയാണ്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാണെന്ന്. പക്ഷേ ഇത് പലവട്ടമായി, ഇനി അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ധർമ്മൻ നമ്മൾ തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞാൽ ധർമ്മൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചാലേ ഇനി ധർമ്മൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ബാലൻ പറയുന്നുണ്ട്. അപ്പം ആനന്ദാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പം ദേവിയും ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ആനന്ദ് പറയാണ്, ഇനി ആരും കള്ളനെ തിരക്കി പോകണ്ട, കള്ളനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട്. ആരും ചോദിക്കുന്നു, കള്ളനെ കണ്ടെത്തിയോ? ആരാ ഏട്ടാന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, ഞാൻ പറയുന്ന ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഞെട്ടും. അതാരാ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ആകാശം. ദാ ഈ നിൽക്കുന്നവളുടെ തന്ത എന്ന് പറഞ്ഞ് ദേവി കൈ ചൂണ്ടി കാണിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഞെട്ടി എണീക്കുന്നുണ്ട്. അപ്പം ദേവി ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ് ആനന്ദിനെ. അതെ, ഈ നിൽക്കുന്ന ദേവിയുടെ തന്ത ഉദയഭാനു എന്ന കള്ളനാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പൈസ മോഷ്ടിച്ചതെന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇനി ഒരു നിമിഷം ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഗോമതി ഇങ്ങോട്ട് വന്നിട്ട് ആനന്ദിൻ്റെ ചെവി തന്നെ നോക്കി ഒരടിയം കൊടുക്കുന്നുണ്ട്. എന്താടാ നീ പറഞ്ഞത്? ചുമ്മാ ഒരാളെ വെച്ച് വായി തോന്നി അങ്ങ് വിളിച്ച് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മീനു അവിടെ നിന്ന് പറയുന്നുണ്ട്, അത് ശരിയായില്ല ആനന്ദേട്ട, ഒരാളെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല. ആനന്ദേട്ടൻ അങ്ങനെ പറഞ്ഞത് ദേവിയേട്ടത്തേക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കി കാണും. ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ പറയല്ലേ എന്ന്
മീനുവും പറയുന്നുണ്ട്. അപ്പം ആനന്ദ് കുറച്ച് സങ്കടത്തോടെ ഗോമതിയെ അടിച്ചില്ലേ അതിൻ്റെ സങ്കടത്തോടെ ആനന്ദ് പറയാണ്, ഞാൻ വെറുതെ ഒന്നും പറഞ്ഞല്ല, എൻ്റെ അമ്മായി കൃത്യമായി തെളിവുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവി ഇങ്ങനെ ഇടിവെട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, വിഷമിച്ച് സങ്കടപ്പെട്ട് കണ്ണി നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫോൺ എടുക്കുകയാണ് ആനന്ദ് ഫോൺ എടുത്തിട്ട് കാണിക്കുകയാണ്. അതിനകത്ത് ഉദയഭാനു മോഷ്ടിക്കണം. ഇത് കാണുന്ന ദേവി ഒന്ന് ഞെട്ടുന്നുണ്ട്. അതേപോലെ ഗോമതിയും എല്ലാവരെയും മാറി മാറി ആനന്ദ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞ കള്ളത്തരാണോ, ഇതാണ്ടേ ഇത് നോക്ക്, ഇതിനകത്ത് ആരാ പൈസ എടുക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദേവിയും കാണിക്കുന്നുണ്ട്. ദേവി ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് പൊക്കോണ്ടിരിക്കുകയാണ്. സങ്കടം അണപൊട്ടി ഒഴുകുകയാണ് ദേവിയുടെ. ആനന്ദ് പറയുന്നത് ശരിയാണെന്ന് ബാലനറിയാം. കാരണം ഉദയഭാനു ഒരു കള്ളനാണെന്ന് ബാലന് നന്നായിട്ട് അറിയാം. അപ്പം ആനന്ദ് പറയാണ്, എനിക്ക് ഇന്ന് പൈസ പോയപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആര്യനോട് ചോദിച്ചായിരുന്നു അന്ന് ആരൊക്കെ വന്ന് അന്ന് ഷോപ്പിൽ ആരൊക്കെ വന്നെന്ന് ചോദിച്ചപ്പം ഇവളുടെ അച്ഛനും വന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആരായാലും കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനവിടെ ഒരു ഒളിക്യാമറ ഫിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ആ കള്ളൻ ഒരിക്കലും പിടിക്കപ്പെടത്തില്ലെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും മോഷ്ടിച്ചു. ആ മോഷണത്തിൽ അകപ്പെട്ടു പോയതാ ഈ ക്യാമറയിലെന്നും പറഞ്ഞുകൊണ്ട് ആനന്ദാണെങ്കിൽ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ദേവിയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ അങ്ങ് നാണം കെട്ട് നിൽക്കുകയാണ്. ഇപ്പം മനസ്സിലായോ, ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞല്ല അമ്മേ, എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്. എല്ലാവരും കൂടെ നമ്മുടെ മാമനെ കള്ളനാക്കി. പക്ഷേ മാമനല്ലായിരുന്നു യഥാർത്ഥ കള്ളൻ, ഇവളുടെ തന്തയായിരുന്നു. ഇവളുടെ തന്ത അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് മോഷ്ടിക്കുമായിരുന്നു. ഉദയഭാനു ആയതുകൊണ്ട് തന്നെ ആരും സംശയിച്ചില്ല, ആരും അങ്ങനൊരു സംശയം പോലും പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്ന് മാമനെ അച്ഛനും അമ്മയും ഒരു ചെറിയ രീതിയിലെങ്കിലും സംശയിച്ചു. പക്ഷേ ഇവളുടെ അച്ഛനെ ആരെങ്കിലും സംശയിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം ആര്യം പറയുന്നുണ്ട്, ആനന്ദേട്ട അതിന് ദേവിയേട്ടത്തി എന്ത് തെറ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണ്. അപ്പം വീണ്ടും ചോദിക്കുന്നുണ്ട്, അതേ ആനന്ദേട്ട, ദേവിയേട്ടത്തി ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അപ്പം ആനന്ദ് പറയാണ്, ആര് പറഞ്ഞ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്, ഇവളും കൂടെ ആ മനുഷ്യന് അനുവാദം കൊടുത്തിട്ടാണ് അവിടുന്ന് പൈസ പോയത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഇവൾ കടയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു പൈസ 1 രൂപ പോയിട്ടുണ്ടോ? ഇല്ല. ഇവളെന്ന് ആ കടയിൽ കയറി അതിന് ശേഷമാണ് ഉദയഭാനു അവിടെ വന്ന് പൈസ മോഷ്ടിക്കാൻ തുടങ്ങിയത്. എന്തായാലും ഇവളുടെ മൗനാനുവാദമില്ലാതെ അങ്ങനെ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവളും ആ കൂട്ടത്തിൽ കള്ളിയാണ്. ഉദയഭാനുവിൻ്റെ കൂടെ ചേർന്ന് നമ്മുടെ കടയിൽ നിന്ന് മോഷണം നടത്തിയത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നതെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ ദേവിയുടെ ഹൃദയം പൊട്ടിപ്പോവാണ് സങ്കടം കൊണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയാണ്. അതുകൊണ്ട് ഇനി ഇവളെ ഈ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ലെന്ന് ആനന്ദ് തീരുമാനമെടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടുന്ന് പുറത്താക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് ആനന്ദ്. എല്ലാവരും ഈ തീരുമാനം കിട്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ദേവി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അവസാനം ഉദയഭാനു എന്ന കള്ളനെ പിടിച്ചിരിക്കുകയാണ്.